നമസ്കാരം. കാണാതായ 73കാരിയെ കൊന്നു കുഴിച്ചിട്ടത് പരിചയക്കാരായവർ തന്നെ. സംഭവത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കലവൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കാണാതായ സുഭദ്രയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. സുഭദ്രയുടെ മക്കളെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. മക്കളായ രാധാകൃഷ്ണനും രഞ്ജിത്തുമാണ് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലെത്തിയത്. തുടർന്ന് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സുഭദ്രയുടെ കാലിലെ ബാൻഡേജായിരുന്നു ഇത് തിരിച്ചറിയാൻ ഉപകാരപ്പെട്ടത്. മുട്ടുവേദനയ്ക്ക് സുഭദ്ര ബാൻഡേജ് ഉപയോഗിച്ചിരുന്നു. 4 വർഷം മുമ്പ് കൊച്ചിയിലെത്തിയ ഉടുപ്പിക്കാരി ഷർമിളയാണ് കൊലപാതകത്തിന്റെ ആസൂത്രകയെന്നാണ് പോലീസിന്റെ നിഗമനം. പങ്കാളിയായ ആലപ്പുഴക്കാരൻ മാത്യൂസ് എന്ന നിതിനുമായി ഏറെ നാളത്തെ പ്ലാനുകൾക്കൊടുവിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. കൊലപാതക വിവരം പോലീസ് മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും മുങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. 4 വർഷം മുമ്പാണ് ഉടുപ്പിക്കാരിയായ ഷർമിള കൊച്ചിയിലെത്തുന്നത്. കൊല്ലപ്പെട്ട സുഭദ്ര അക്കാലത്ത് ഒരു ഹോസ്റ്റലും നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലാവുന്നത്. ബന്ധം ശക്തമായപ്പോൾ ഇടയ്ക്കിടെ കുറച്ചുനാൾ സുഭദ്രയുടെ വീട്ടിലും താമസിച്ചു. ഇടയ്ക്കിടെ സുഭദ്രയെ ഷർമിള ആലപ്പുഴയിലെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഷർമിളയുടെ പങ്കാളിയായ കാട്ടൂരുകാരൻ മാത്യൂസ് എന്ന നിതിനെ സുഭദ്ര പരിചയപ്പെടുന്നത്. അതേസമയം ഷർമിള ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽപ്പെട്ടയാളായിരുന്നുവെന്ന് ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന സുഭദ്രയുടെ പക്കൽ നിരവധി സ്വർണ്ണാഭരണങ്ങളും പണവും ഉണ്ടെന്നൊക്കെ ഷർമിളയ്ക്കും സുഹൃത്തിനും അറിയാമായിരുന്നു. ക്ഷേത്രങ്ങളിലും നിത്യ സന്ദർശകയായിരുന്നു സുഭദ്ര. സുഭദ്രയ്ക്കൊപ്പം എപ്പോഴും പതിവായി ഷർമിളയും എത്താറുണ്ടായിരുന്നു. സുഭദ്ര നടത്തിയിരുന്ന ചിട്ടിയടക്കം എല്ലാ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷർമിളയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കാം കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. എന്തായാലും അവരെ കണ്ടെത്തിയാൽ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. അവരെ വകവരുത്തി അവരുടെ പക്കലുണ്ടായ പണവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം സ്വന്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ മാസം ഷർമിള സുഭദ്രയെ ആലപ്പുഴയിലെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് കരുതുന്നത്. ആലപ്പുഴയിലെ വീട്ടിലെത്തിച്ച് 3 ദിവസത്തിന് ശേഷമായിരുന്നു ഒരുപക്ഷെ കൊലപാതകം നടത്തിയിരുന്നത്. ഷർമിളയുടെ പങ്കാളിയായ മാത്യൂസിന് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി ഇതുവരെ പോലീസിന് വിവരം കിട്ടിയിട്ടില്ല. എന്നാലും ആ വഴിക്കും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെ രണ്ടുപേരും തൽക്ഷണം മുങ്ങുകയും ചെയ്തു. ഇരുവരും ഉടുപ്പിയിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അവിടേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കർണാടക പോലീസിന്റെ സഹായവും സംസ്ഥാന പോലീസ് തേടിയിട്ടുണ്ട്. സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു കടവന്ത്രയിലെ വീട്ടിൽ താമസിച്ചിരുന്നതെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കാണാൻ ഇടയ്ക്കൊരു സ്ത്രീ വന്നിരുന്നു. അവർക്കൊപ്പമാണ് കൊച്ചിയിൽ നിന്ന് പോയതെന്നും സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കവർന്ന ശേഷമുള്ള കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊലപാതകമെന്ന സംശയമുണർന്നതോടെ കേസ് ആലപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു.